സെത്ത് റോളിൻസിന്റെ അദ്ദേഹത്തിന്റെ ടീംമേറ്റ്സ് ആയിട്ടുള്ള പോൾ ഹേമാൻ, ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് എന്നിവർ 3 പേരും കൂടി ചേർന്ന് ചതിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ റോളിൻസും അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള വിഷനും കൂടി റിംഗിലേക്ക് കടന്നു വരികയുണ്ടായി. അദ്ദേഹം വന്നുകൊണ്ട് കഴിഞ്ഞ കോഡി റോഡ്സിനെതിരെ വിജയിച്ച് ക്രൗൺ ജുവൽ ചാമ്പ്യൻ ആയതിനെ കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുകയുണ്ടായി. തന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് പൊക്കി പറയുകയുണ്ടായി. ബ്രോൺസൺ റീഡാണ് പുതിയ ട്രൈബൽ ചീഫ് എന്ന് പറഞ്ഞു. റോമൻ റെയിൻസിനെ കഴിഞ്ഞ പേപ്പർ വ്യൂവിൽ തോൽപ്പിച്ചതുകൊണ്ട് തന്നെ ട്രൈബൽ ചീഫ് ആവാൻ ഏറ്റവും അനുയോജ്യൻ നീയാണ് എന്നുള്ള രീതിയിൽ ബ്രോൺസൺ റീഡിനോട് സംസാരിച്ചു. അങ്ങനെ അവരുടെ സംസാരമെല്ലാം തന്നെ കഴിഞ്ഞ് അവർ ബാക്ക് സ്റ്റേജിലേക്ക് പോയി. പിന്നീട് മെയിൻ ഇവന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് CM Punk വേഴ്സസ് LA Knight വേഴ്സസ് ജെ ഉസോ തമ്മിലുള്ള നമ്പർ 1 കണ്ടന്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം CM Punk ഒരു ഗോ ടു സ്ലീപ്പ് ചെയ്തുകൊണ്ട് ജെ ഉസോയെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിച്ചു കഴിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്ന CM Punkന്റെ അടുത്തേക്ക് സെത്ത് റോളിൻസും വിഷൻ ടീമും കൂടി കടന്നു വരികയുണ്ടായി. വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ജെ ഉസോയ്ക്കിട്ടും LA Knightനിട്ടും ഒരു സ്പിയർ ആയിരുന്നു ബ്രോൺ ബ്രേക്കറിന്റെ അടുത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് റിംഗിലേക്ക് എത്തി CM Punkനും കൊടുത്തു സ്പിയറും സുനാമിയും. എല്ലാം കഴിഞ്ഞ് കൈ ഉയർത്തി നിന്നിട്ടുണ്ടായിരുന്ന സെത്ത് ഫ്രീക്കിംഗ് റോളിൻസിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്രോൺ ബ്രേക്കറിന്റെ കയ്യിൽ നിന്നും ഒരു 1.5 സ്പിയർ. ആ സ്പിയർ കൊടുത്ത ഉടനെ തന്നെ ബ്രോൺസൺ റീഡിനെ നോക്കിക്കൊണ്ട് നീ ഏത് സൈഡ് വേണമെങ്കിലും സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ബ്രോൺസൺ റീഡ് ഉടനെ തന്നെ സെത്ത് റോളിൻസിന് കൊടുത്തു ഒരു സുനാമി. അടുത്ത ഊഴം തന്റേതാണെന്ന് മനസ്സിലാക്കിയ ഹെയ്മാൻ ബ്രോൺ ബ്രേക്കറിന്റെയും ബ്രോൺസൺ റീഡിന്റെയും കൂടെ ചേരുകയുണ്ടായി. അപ്പോൾ ഇനി ഹീറോകളുടെ നായകന്മാരുടെ ടീമിലേക്ക് സെത്ത് ഫ്രീക്കിംഗ് റോളിൻസും കൂടി